എന്നാലും വിഷുവിന് എന്തായാലും പടക്കങ്ങൾ ആവില്ലെന്ന് അതിൽ നമുക്ക് ഉറപ്പിക്കാം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം 2024 മലയാള സിനിമയ്ക്ക് ഒരു നല്ല വർഷം തന്നെയായിരുന്നു. കാരണം നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നിലയിരിക്കും. കാരണം നല്ല ചിത്രങ്ങൾ എപ്പോഴും മലയാളികൾ അംഗീകരിക്കുകയുള്ളൂ. മലയാളികൾ മാത്രമല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും. എന്തായാലും അംഗീകാരം ഇപ്രാവശ്യം നമ്മുടെ 2024 മലയാള സിനിമയ്ക്ക് കിട്ടി. കാരണം ജനുവരി തൊട്ട് നമ്മുടെ മാർച്ചിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ ചിത്രം മികച്ച അഭിപ്രായത്തോട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഒരു 100, 200, 150, 80 കോടി കളക്ഷനോടെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം നമ്മുടെ ജനുവരി റിലീസ് ചെയ്തുള്ള ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും നല്ല അഭിപ്രായങ്ങൾ മുന്നോട്ട് പോയി. പ്രേമിലാണെങ്കിലും, മഞ്ഞുമൽ ബോയ്സാണെങ്കിലും, ബ്രഹ്മയുഗമാണെങ്കിലും, അതുപോലെ തന്നെ ആടുജീവിതമാണെങ്കിലും അല്ലാതെ ഒരു മികച്ചൊരു കളക്ഷൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറിയ ചിത്രങ്ങൾ പോലും പ്രേക്ഷകർ അംഗീകരിച്ചു, വലിയ വിജയമായും സാധിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും 2024 ആദ്യ സീസൺ വിഷു റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം നമുക്കറിയാം വെക്കേഷൻ റിലീസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നു, പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ചെറിയ സിനിമകളാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ യൂത്തന്മാർ ചിത്രം തന്നെയാണ്. ഒരു പക്ഷേ ഫാമിലി ഓഡീസിനെ കൈവരിക്കാൻ ചാൻസ് ഉള്ള ചിത്രങ്ങളും ഈ വർഷം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് നമ്മുടെ വിഷു റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്കെന്തായാലും ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നമുക്കെന്തായാലും പറയാം. അതൊരു ക്ലാഷ് റിലീസ് തന്നെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ ആരായിരിക്കും വിൻ ചെയ്യുക നമുക്കെന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിലായി സംസാരിക്കാം. ഫസ്റ്റ് നമ്മൾ ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ വേണ്ട മൂവി ആവേശം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫഹദ് ഫാസിലും ജിത്തു മാധവും കൂട്ടിലെന്ന മൂവിയാണ് ആവേശം എന്ന ചിത്രം. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. അതായത് പക്ക ഒരു കോമഡിയും ഇടിയും ഒരു കലാപ പടം തന്നെയാണ് നമ്മൾ പറയാൻ വേണ്ടി സാധിക്കും. കാരണം ടീസറിൽ അത് തന്നെ വ്യക്തമാണ്. ഫഹദിൻ്റെ ലുക്കാണെങ്കിലും ഒരു കോമഡിയൊക്കെ അത് യാതൊരു സംശയം ഉണ്ടാവില്ല. കാരണം രോമാഞ്ചത്തിന് ശേഷം ജിത്തുമാധവ് ചിത്രമാണ് ആവേശം. അപ്പോൾ ഇതിൽ ഫഹദിൻ്റെ സ്ലാഗും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആവേശം വിൻ ചെയ്യോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആവേശം നിങ്ങൾ ഫസ്റ്റ് ഡേ കാണുന്ന വ്യക്തിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റു ചിത്രം ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ വേണ്ടി മൂവിയുടെ വർഷങ്ങൾക്ക് ശേഷം എന്നാണ് മൂവിയുടെ പേര്. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഈ സമീപകാലത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് കൂടി ചിത്രം തന്നെയാണ്. കാരണം ഒട്ടുമിക്ക കാസ്റ്റിങ്ങും അല്ലെങ്കിൽ മികച്ച ഒരു താരത തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ട്. അതായത് എടുത്തു പറയേണ്ട വിനി ശ്രീനിവാസനാണ് ചിത്രയുടെ ഡയറക്ഷനും തിരക്കഥയും രചിച്ചിട്ടുള്ളത്. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രദേശൻ, ജാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നിവിൻ പോളി, നീരജ് മധു, നിത പിള്ളൈ, ദീപക്, ഷാൻ റഹ്മാൻ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് വരുന്ന പ്രത്യേകത നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ ആവേശമല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. അതായത് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ആവശ്യം തന്നെ മാറിക്കൊണ്ടിരിക്കട്ടെ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല തോന്നും. കാരണം അതിൻ്റെ അവർ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ മികച്ച അഭിപ്രായം തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ഫിലിമിൻ്റെ കഥ പറഞ്ഞ ചിത്രം തന്നെയായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി. എന്തായാലും അതും നല്ലൊരു ആവശ്യം പോലെ ആവശ്യം കൊള്ളിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അന്നത്തെ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി വന്ന മറ്റൊരു മൂവിയാണ് ജയഗണേഷ് എന്നാണ് മൂവിയുടെ പേര്. ഉണ്ണിമുകുന്ദൻ, രഞ്ജിത്ത് ശങ്കർ, മഹിമ നമ്പ്യാർ തുടങ്ങിയവരെ ഒന്നിക്കുന്ന മൂവിയാണ് ജയഗണേഷ് എന്ന് പറഞ്ഞ മൂവി. ഒരു ഡ്രാമ മൂവിയാണ്. ഒരു ശക്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മിന്നൽ മുരളിക്ക് ശേഷം വേണമെങ്കിൽ ഒരു കണക്ട് ആവാൻ വേണ്ടി പോകുന്ന ഒരു അത്ഭുത സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മികച്ച ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ടീസർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ട്രെയിലർ എനിക്ക് അത്രയേറെ കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഒരു പക്ഷേ എവിടെയെങ്കിലും പാടി പോയി കഴിഞ്ഞാൽ ഒരു പരാജയമാവാനും ജയഗണേഷ് എന്ന് പറഞ്ഞ മൂവിക്ക് ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അതും മികച്ചൊരു വിജയമുള്ള ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ജയഗണേഷ് എന്ന് പറയുന്ന ഉണ്ണിമോഹൻ ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ കാണുന്ന അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഏപ്രിൽ 12 റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മൂവിയാണ് മാർവിൽ ഗോപുരങ്ങൾ എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു കോമഡി റൊമാൻറ്റിക് മൂവി തന്നെയാണ് മാർവിൽ ഗോപുരങ്ങൾ. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങളാണ് ക്ലേഷ് ലിസ്റ്റിനുള്ളത്. അപ്പോൾ ഇതിൽ ആരായിരിക്കും പ്രാവശ്യം കപ്പ് തൂക്കം നിൽക്കുന്നതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത 100 കോടി ക്ലബ്ബ് ഇതിൽ ഏത് ചിത്രമായിരിക്കും? കാരണം ഇപ്രാവശ്യം എന്ന് പറയുന്നത് 100 കോടി എന്ന് പറയുന്ന മലയാളികൾ എല്ലാ ചിത്രങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തായാലും വിജയിപ്പിക്കുന്നത് അത് യാതൊരു സംശയമില്ല. അപ്പോൾ ആരായിരിക്കും കപ്പ് എടുക്കുക? ആവേശമാണോ, ഇപ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണോ, ജയഗണേശ എന്ന കാര്യത്തിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.